അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജുനൈദ്. യാ ഇബാദല്ലാ അയ്നൂനി എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് ജിന്നിനെയാണ് എന്ന് ലോകത്ത് ഒരു സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് സുബൈർ മങ്കണ്ണൻ്റെ ഒരു പ്രസംഗത്തിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സലഫി പണ്ഡിതന്മാർ ജിന്നിനെയാണ് അവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. യാ ഇബാദല്ലാ വിഷയം വന്നപ്പോ ലോക സലഫി പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച നയത്തിന് വിരുദ്ധമായിട്ടാണ് സുബൈർ മങ്കട ഈ വിഷയത്തിൽ ഇപ്പോൾ നയം മാറ്റി സ്വീകരിച്ചത്. അദ്ദേഹം മുമ്പ് അൽ കലിമു ത്വയ്യിബ് എന്ന കിതാബ് ക്ലാസ് എടുത്തപ്പോൾ അന്ന് പറഞ്ഞ വിശദീകരണമല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ജാമയിൽ ഞങ്ങളുടെ സംസാരത്തിൽ തന്നെ സന്ദർഭവശാൽ ഈ വിഷയം വന്നു. അപ്പൊ റാഫിയോട് ഞാൻ പറഞ്ഞു, ലോക സലഫി പണ്ഡിതന്മാർ പറഞ്ഞത് വിരുദ്ധമായി അദ്ദേഹം ചിലപ്പോൾ പറയാറുണ്ട്. അപ്പൊ എന്നോട് ഒരു ഉദാഹരണം പറയണം. ഞാൻ പറഞ്ഞ ഉദാഹരണം യാ ഇബാദത്തുള്ള വിഷയത്തില് ലോക സലഫി പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണമല്ല സുബൈർ മങ്കടക്കുള്ളത്. അപ്പൊ റാഫി ചോദിച്ചു, ഏത് സലഫി പണ്ഡിതനാണ് ഈ ഹദീസിന് ജിന്നും മലക്കൊക്കെ വിശദീകരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിശദീകരണം നൽകിയത്? ഞാൻ പറഞ്ഞു, ഒന്ന് ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. അത് റാഫി പറഞ്ഞ മറുപടി, ഇബ്നു ബാസിൽ നിന്ന് സുബൈർ മൗലവി ഇൽമെടുക്കലില്ല. ഇബ്നു ബാസിൽ നിന്ന് സുബൈർ മൗലവി ഇൽമെടുക്കുന്ന ആളല്ല, അപ്പൊ അത് ബാധകല്ല. ഞാൻ പറഞ്ഞു, ഇതിനെ പയച്ച പ്രശ്നം. അപ്പൊ അവരൊന്നും ഇൽമെടുക്കൂല, അതാണ് പ്രശ്നം. അപ്പൊ അവർ ടാർഗറ്റ് ചെയ്ത ഒരു 4-5 ആളുകളുണ്ട്, ഓരേക്കൊന്നും എടുക്കുള്ളൂ. അത് തന്നെ നേരത്തെ നമ്മൾ വായിച്ച പോലെ കൊടുക്കുന്ന ചോദ്യം എന്തോ അതനുസരിച്ച ഉത്തരം വരിക. ചോദ്യം ആ നിലക്കാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത്. ആ ഉത്തരം ഇവിടെ കൊണ്ടുവന്ന് വായിക്കുമ്പോ ചോദ്യം വായിക്കണില്ല. ഇവിടെ കൊണ്ടുവന്ന് ഉത്തരം വായിക്കുന്നു, പക്ഷെ ചോദ്യം വായിക്കുന്നില്ല. ചോദ്യം വായിച്ച സംഗതിയും ആ ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ ആ മറുപടി പറയും, ഉറപ്പാണ്. ഇപ്പൊ യാ ഇബാദത്തുള്ള വിഷയം എന്നപ്പോ കോക്കസുകാര് വ്യാപകമായി വായിച്ചിരുന്ന ഫത്വയുണ്ട്. ഹഫദത്തിന്റെ മലക്കുകളെ രാവിലെ ഇത്ര മണിക്ക് എന്നെ വിളിച്ചുണർത്തണേ എന്ന് ചോദിക്കുന്ന വിധി എന്ത്? ശിർക്കാണ്, വലിയ ശിർക്കാണ് എന്ന് മറുപടി ഉണ്ട്. എന്നിട്ട് കായക്കൊടിയൊക്കെ പറഞ്ഞു, കണ്ടോ എന്താ ഹഫദത്തിന്റെ മലക്കുകൾ ഒപ്പുള്ളതല്ലേ, വിളിച്ചുണർത്താനല്ലേ പറയണത്, അത് അഭൗതിക കാര്യമല്ലല്ലോ, എന്നിട്ടും ശിർക്ക് എന്ന് പറഞ്ഞില്ലേന്നാ. അത് ചോദ്യം വായിച്ചാലോ പ്രശ്നം തീർന്നു. ചോദ്യം എന്തായിരുന്നു? ഞങ്ങളുടെ നാട്ടിൽ ആമത്തുന്നാസിനിടയിൽ, ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ ഒരു പതിവുണ്ട്, അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു നിത്യവും. ഇതിന്റെ വിധി എന്ത് എന്നാ ചോദ്യം. അതിനാണ് ഫത്വ വന്നത്. ഫത്വ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എല്ലാ കാലത്തേക്കും എല്ലാ രാജ്യത്തേക്കുമുള്ള ഒരു അടിസ്ഥാന പ്രമാണമല്ല. ഫത്വ എന്നത് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അത് ചോദ്യകർത്താവിനെയും അവന്റെ സാഹചര്യത്തെയും നാട്ടിലെ സാഹചര്യത്തെയും എല്ലാം പഠിച്ച് വിലയിരുത്തിയിട്ട് അവൻ നൽകുന്ന വിശദീകരണമാണ്, മറുപടിയാണ് ഫത്വ. ഒരു രാജ്യത്തെ ഫത്വ മറ്റൊരു രാജ്യത്തേക്ക് ബാധകമാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുവരെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്. എല്ലാവർക്കും പറ്റിയതല്ല ഫത്വ. ചോദിച്ച ആൾക്ക് ചോദ്യത്തിന്റെ സാഹചര്യം എന്തോ അതേ സാഹചര്യം ലോകത്ത് മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓൾക്കത് ബാധകമാണ്, അല്ലാത്ത ചോദ്യം ബാധകമല്ല. ഇസ്ലാമിന്റെ നിയമം ഒരു പക്ഷെ ആ വിഷയത്തിൽ എന്നേക്കും അതാവണം എന്നില്ല, പക്ഷെ ഓന്റെ കാര്യത്തിൽ നിയമം അതായിരിക്കും. അവന്റെ കാര്യത്തിൽ നിയമം അതാണ്. ഇപ്പൊ റസൂലിനോട് ചോദിച്ചു, നോമ്പുകാരനായി ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ? റസൂലിന് പറ്റില്ല. മറ്റൊരാൾ ചോദിച്ചു നബിയോട്, നോമ്പുകാരനായി ചുംബിക്കാൻ പറ്റുമോ? റസൂലിന് പറ്റും. എന്തുകൊണ്ട്? ചോദിച്ചവന്റെ സാഹചര്യം അനുസരിച്ചാണ് പറഞ്ഞത്. ആദ്യം ചോദിച്ചവൻ ചെറുപ്പക്കാരനാണ്, അപ്പൊ റസൂലിനൊന്നും പറ്റൂല. കാരണം ഓൻ ചുംബിച്ചാല് ഒരു പക്ഷെ അത് അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, അപ്പൊ നോമ്പ് വസാദാവും. അത് വേണ്ട, ആ വഴി അടച്ചു. രണ്ടാമത് ചോദിച്ചാൽ പ്രായം ചെന്ന ആളാണ്, അയാളിപ്പോ ചുംബിച്ചാലും ഏറിയെന്ന ചുംബനെ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തൊന്നും ഉണ്ടാവൂല. അയാൾക്ക് അയാൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പൊ റസൂൽ അയാളോട് പറഞ്ഞു ചുംബിക്കാം. അതാണ് സാഹചര്യം നോക്കി വിഷയങ്ങൾ പറയാൻ. ഫത്വ അതാണ്.
അപ്പൊ യഥാർത്ഥത്തില് ഈ വിളിച്ചുണർത്താൻ മലക്കിനോട് പറയാമോ എന്ന ചോദ്യത്തിന് സാഹചര്യം അതാണ്. ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ പതിവുണ്ട്. ആമത്തുന്നാസിന് പതിവുണ്ട്, സാധാരണക്കാർക്ക് പതിവുണ്ട്. ഒരു ഉറങ്ങാൻ പോകുമ്പോ ഇങ്ങനെ പറയുന്നു. തീർച്ചയായും ഒരു പതിവ് വെറുതെ ഉണ്ടാവില്ല, ഒരു പതിവ് ഒരിക്കലും വെറുതെ ഉണ്ടാവില്ല. അതിൽ പിന്നെ വിശ്വാസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിൽ പതിവുണ്ട്, അസുഖം വന്നാൽ അങ്ങാടി സ്ഥാപിച്ച പെട്ടി കൊണ്ടുപോയിട്ട് 10-50 രൂപ നിക്ഷേപിക്കും. അതിൽ പൈസ ഇട്ടവൻ അസുഖം മാറുന്നൊരു വിശ്വാസമുണ്ട്. ഇതൊന്നും അറിയാത്തൊരു നാട്ടിക്ക് ഒരാൾ ചോദ്യം കൊടുക്കുക. ഈ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പെട്ടിണ്ട്, ആ പെട്ടിക്ക് പച്ച പെയിന്റ് അടിക്കും, അതിന് ഓട്ടുണ്ടാവും, ആ ഓട്ടേക്ക് പണം ഇടും. അങ്ങനെ ആ പണം വിട്ടിട്ട് ഒരു അസുഖം മാറുന്നു വിശ്വസിക്കുന്നു. ഇത് ശുഹദാക്കന്മാരുടെ പേരിലാണ്. എന്താ അതിന്റെ വിധി? നമ്മുടെ വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് എന്ത് പറയും? ശിർക്കാണ്, നേർച്ച അല്ലാഹ്ക്കാണത്, ശിർക്കാണ്. ഈ മറുപടി മാത്രം മാറി നാട്ടിൽ കൊണ്ട് വായിച്ചാലോ? ഈ നേർച്ചപ്പെട്ടി മോമാനൂര് ഒന്നുമില്ലാത്ത നാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഫത്വന്റെ മറുപടി മാത്രം വായിക്കാം. എന്താ ഉണ്ടാകല്? പച്ചപ്പെയിലടിച്ച പെട്ടി അങ്ങാടി സ്ഥാപിച്ച് അത് ദോരമിട്ട് ആ ദോരത്തിലൂടെ പണം എറിഞ്ഞാൽ ശിർക്കുൻ അക്ബർ ആകുന്നു. എന്ത് ഫത്വ ചങ്ങായിമാരി കൊടുത്തത് എന്ന് നമുക്ക് തോന്നൂലേ? എന്താ പെട്ടിക്ക് പൈസ ഇട്ടാല് ശിർക്ക്? നമ്മളൊക്കെ വീട്ടിൽ എത്ര പെട്ടിയുണ്ട് പൈസ സൂക്ഷിക്കാൻ വേണ്ടി, അതിലൊക്കെ നമ്മൾ ചില്ലറ ഇട്ടേക്കുന്നില്ലേ? ഇതൊക്കെ ശിർക്കാണോ? നമുക്ക് വേഗം തിരിയും. നമ്മളെന്താ ഒറ്റടിക്കുമ്പോ ശിർക്കാന്ന്. കാരണം എന്താ? ഈ പെട്ടി കണ്ടോല നമ്മള്. ഈ പെട്ടി എങ്ങനെ ഉണ്ടായി നമുക്കറിയാം, സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് മമ്പളം ചാർത്തടുത്തൊരു ബസ് പോകുമ്പോ പണം കൊടുക്കാൻ വേണ്ടി ബ്രേക്ക് ഔട്ടാൽ അപ്പം കണ്ടക്ടറോട് പറയും, സുഹൃത്തെ കൊടുക്കല്ല, ശിർക്കാണ്. നമുക്കത് പറഞ്ഞ് സ്വതക്കയാണോ ഹദിയാണോ നേർച്ചയാണോ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരോ വിശ്വാസം നമുക്ക് അറിയാം. നമ്മുടെ നാട്ടിലെ പതിവാണത്. അപ്പൊ അതാണ് ഫത്വ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഫത്വയും കൊണ്ടുവന്നാൽ അത് അങ്ങനെ ഫത്വ ഉണ്ട്, മറ്റേ ശൈഖിന്റെ ഫത്വ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കേ അങ്ങനെ ഉണ്ടോ എന്നാ തൽക്കാലം നമ്മൾ വഴി നിർത്തിക്കുക എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ യാഴിബാധ വിഷയത്തിൽ ഇപ്പൊ അയാൾ കൊണ്ടുവന്ന ഒരു പുതിയ നമ്പറാണത്. ഇമാം അഹമ്മദ് ജിന്നിനെ ഉദ്ദേശിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കണോ? ഇല്ലല്ലോ. ഇമാം അഹമ്മദ് ജിന്നിനെയാണ് വിളിച്ചത് എന്ന് നമ്മളാരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്രയോ മുഖാമുകൾ ചോദ്യം വന്നു. അവിടേക്ക് നമ്മൾ പറഞ്ഞെന്താ? ഇമാം അഹമ്മദ് ആരെ ഉദ്ദേശിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഉദ്ദേശം മനുഷ്യനല്ല എന്ന് ഉറപ്പാണ്. മനുഷ്യനല്ലാതെ ഉറപ്പാണ്, അത് വ്യക്തം. കാരണം എന്താ? അദ്ദേഹം ഈ ഹദീസ് പ്രകാരമാണ് അമൽ ചെയ്തത് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞു. ഹദീസ് പ്രകാരമാണ് ഇമാം അഹ്മദ് അമൽ ചെയ്തത്. ഹദീസിൽ വന്നത് എന്താ? സ്വഹീഹല്ല, ളഈഫാണ്. ഹദീസിൽ വന്ന പരാമർശം എന്താ? 3 രൂപത്തിലാണ്. വിജനപ്രദേശത്ത് എത്തിപ്പെട്ട് നിങ്ങളുടെ വാഹനം നഷ്ടമാകുകയോ വഴിതെറ്റുകയോ ആവശ്യം നേടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. 1. അല്ലെങ്കിൽ യാത്രാമൃഗം നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ അടിമകളെ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. കാരണം ഭൂമിയിൽ ഹാജരായ ചില അടിമകൾ ഉണ്ട്, അവർ ആ മൃഗത്തെ പിടിച്ചു വെക്കും. ഹാജരായ ചില അടിമകൾ ഉണ്ട്, അവർ ആ മൃഗത്തെ പിടിച്ചു വെക്കും. 1. മറ്റൊന്ന്, നാം കാണാത്ത അടിമകൾ അള്ളാഹുവിനുണ്ട് ഭൂമിയിൽ. നാം കാണാത്ത അടിമ, റബ്ബിന് ചില അടിമകളുണ്ട്. ഫൈനലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകൾ ഉണ്ട്. ലാ നറാഹും, നാം അവരെ കാണുകയില്ല. ഈ 2 റിപ്പോർട്ട് കൂട്ടിവെച്ച എന്തായി? ഹാജരായ അടിമ, നമ്മൾ കാണാത്ത അടിമ, മൃഗത്തെ പിടിച്ചു വെക്കുന്ന അടിമ. ഈ 3 ലക്ഷണം ഒത്ത് മനുഷ്യന്മാരാണോ? അല്ല. മനുഷ്യൻ മൃഗത്തെ പിടിച്ചു വെക്കും, മനുഷ്യൻ ഹാജരാകും. പക്ഷേ ഹാജരായി മൃഗത്തെ പിടിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും. ഹാജരായി മൃഗത്തെ പിടിക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാം. അപ്പൊ ഈ 3ാമത്തെ സിഫത്തോനില്ല. ഇനി മറ്റൊരു മൃഗം വന്നിട്ട് ഈ മൃഗത്തെ തടഞ്ഞു വെക്കാൻ പറ്റുമോ? അസാധ്യമൊന്നുമില്ല. അപ്പോഴും നമ്മൾ കാണും, അപ്പോഴും 3 സ്ഥലത്ത് വെക്കണില്ല. അതുകൊണ്ട് ചർച്ച വന്നത് തന്നെ ഇതാരാണ് ഈ അടിമാൻ? ഹാജരാണ്, മൃഗത്തെ പിടിക്കുന്നു, പക്ഷെ നമ്മൾ കാണൂല. അപ്പോഴാ പണ്ഡിതന്മാരെ പറഞ്ഞത് ഒന്നുകിൽ മലക്ക്, അല്ലെങ്കിൽ ജിന്ന്, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രകൃതമുള്ള മറ്റു വല്ല സൈന്യങ്ങളും റബ്ബിനുണ്ടെങ്കിൽ അവർ. അതായി ഷെയ്ഖ് അൽബാനിയൊക്കെ പറഞ്ഞത് ഇത് മനുഷ്യനല്ല എന്ന് ഉറപ്പാ. ഖൽഖും മിൻ ഗൈരിൽ ബശർ, മനുഷ്യനല്ലാത്ത സൃഷ്ടിയാണ് എന്ന് ഉറപ്പാ.
കാരണം എന്താ, ഈ രണ്ട് വിശേഷണം, ഒന്ന് ഹാദറാണ്, നമ്മൾ കാണില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് ഈ വിശേഷണം അനുയോജ്യമാവുക ജിന്നുകൾക്കും മലക്കുകൾക്കുമാണ്. കാരണം അവരെയാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ കാണാത്തത്. നമ്മൾ കാണാത്ത ഏതേ മനുഷ്യന്മാരുണ്ടാവുന്നല്ല അവിടെ. കാരണം ഈ നഷ്ടപ്പെട്ടു പോയ യാത്രക്കാരന് ഓൻ കാണാത്ത അടിമയുണ്ട് എന്നല്ല പറഞ്ഞത്, നാം കാണാത്ത അടിമയുണ്ട് എന്നാ. ഹാജറാണ്, നമ്മൾ കാണുന്നില്ല, പക്ഷെ മൃഗത്തെ വന്ന് പിടിച്ചു നിർത്തുന്നു. അപ്പൊ നഷ്ടപ്പെട്ട മൃഗത്തിനെ വന്ന് ഓൻ പിടിച്ചവിടെ നിർത്തിയാലും നമ്മൾ ഓനെ കാണൂലാൻ. അത് ഒന്നുകിൽ മലക്കാവാം, അല്ലെങ്കിൽ ജിന്നാവാം, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മറ്റു വല്ല റബ്ബിന്റെ സൈന്യങ്ങളുമായിരിക്കാം. ഇമാം അഹമ്മദ് ഹദീസ് പ്രകാരം അമൽ ചെയ്തു എന്ന് ഷെയ്ഖ് അൽബാനി. അവിടെ ജിന്നിനെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. ഇനി മലക്കിനെ ഉദ്ദേശിക്കുന്നുണ്ടോ ഇമാം അഹമ്മദ്? അതുമില്ല. എന്തായാലും ഇമാം അഹമ്മദ് ഈ ഹദീസ് പ്രകാരം ചെയ്തു. അല്ലാഹുവിന്റെ അടിമകളെ, എനിക്ക് വഴി കാണിച്ചു തരൂ. ഇമാം അഹമ്മദ് ഹജ്ജിന് പോവുക, നടന്നാണ് പോകുന്നത്. ആ പോക്കിൽ അദ്ദേഹത്തിന് വഴി തെറ്റി, ശരിയായ വഴി അറിയുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ അടിമകളെ, എനിക്ക് വഴി കാണിച്ചു തരൂ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പറച്ചതല്ലാതെ മറ്റൊരു കാരണവുമില്ലാതെ അദ്ദേഹം ശരിയായ വഴിയിലേക്ക് എത്തിപ്പെട്ടു. ഒരാള് വന്ന് എനിക്ക് വഴി കാണിച്ചതൊന്നുമല്ല. ഞാനങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ ഓടി വന്നു, ആ ഇതിലാണ് പൊയ്ക്കോളി എന്ന് പറഞ്ഞു എന്നല്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ശരിയായ വഴിയിലേക്ക് ഞാൻ എത്തി. ഇത് പോണ വഴിക്ക് വഴി വെച്ചപ്പോൾ കടയിൽ പോയിട്ട് വഴി ചോദിച്ചു പോയതാണെങ്കിൽ അതിപ്പോ സംഭവമായിട്ട് ചെയ്തേക്കാണില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും വഴി ചോദിച്ചു. അത് വലിയ സംഭവം ചെയ്തേക്കാണ്. ഞങ്ങൾ പോകുമ്പോൾ കടന്റെ അവിടെ നിർത്തി അയാൾ ചോദിച്ചു, എങ്ങനെ കേച്ചേരിക്ക് പോവുക, അയാൾ വഴി പറഞ്ഞു. അത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് രേഖപ്പെടുത്തുന്ന സംഭവമാണോ? അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നു, ശരിയായ വഴിയിലേക്ക് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടു. ഷെയ്ഖ് അൽബാനി പറയുന്നു, ഇവിടെ ഒരു ഹദീസിൽ മലക്ക് എന്ന് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വഹീഹാണെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞ മലക്കുകളാണ്. എന്നാൽ ഈ വിശേഷണം ജിന്നിനും മലക്കിനുമാണ് യോജിക്കുക. ഇമാം അഹമ്മദ് ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വിചാരിച്ച ആളാണ്. കാരണം അദ്ദേഹം ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമാം അഹമ്മദ് വിളിച്ചത് ഇൻസല്ല എന്ന് ഉറപ്പാണ്. സുബൈർ മംഗള പറഞ്ഞ ഇൻസാണ് ഇപ്പൊ പറഞ്ഞത്. ജിന്നാണ് എവിടെ കിട്ടി? ജിന്നിനെ ഉദ്ദേശിച്ച് ആരെ പറഞ്ഞതാ? അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ മനുഷ്യല്ലാന്ന് വ്യക്തം. നമ്മൾ കാണാത്ത എന്നാൽ ഹാജരാകുന്ന മൃഗത്തെ പിടിച്ചു വെക്കുന്ന ചില അടിമകൾ, ഒരു പക്ഷെ മലക്കാവാം, അല്ലെങ്കിൽ ജിന്നാവാം, അല്ലെങ്കിൽ രണ്ടുമല്ലാത്ത മറ്റു പല സൈന്യങ്ങളും റബ്ബിനുണ്ടെങ്കിൽ അവരുമായിരിക്കാം. അല്ലാഹു അഅലം. എന്തായാലും ഇൻസല്ല. മാത്രം ജിന്നാണെങ്കിൽ ശിർക്കാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാദ്യം സുബൈർ മംഗള കാക്ക പറഞ്ഞു, ഇപ്പൊ മൂപ്പരും പറഞ്ഞു. അല്ലാതെ വേറെ ലോകത്ത് ആലിമീങ്ങൾ അറിയപ്പെട്ട ഒരാളും ജിന്ന് പെട്ട ശിർക്കായി എന്ന് ലോകത്തൊരാളും പെട്ട ഷെയ്ഖ് അൽബാനിയുടെ വാചകം ദുർവ്യാഖ്യാനിച്ചു എന്നല്ലാതെ ഷെയ്ഖ് അൽബാനിയും നിരുപാധികം ഇവിടെ ജിന്നായ തന്നെ ശിർക്കാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇതെന്നാലും നമ്മൾ സമയം 10 മണിയായിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. മാലിക് സലഫിയുടെ സമാപന സംസാരം ഒരു 5-10 മിനിറ്റ് ഉണ്ടാവും, അത് രണ്ട് നിർത്താം. ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ്